എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട്. ഒപ്പം മുഖ്യധാരാ മാധ്യമങ്ങളും ആ വിഷയം ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നതിന് മുന്നിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. പക്ഷേ ക്യാൻസർ എണ്ണത്തിൽ കുറയുന്നില്ല. ക്യാൻസർ എന്ന രോഗത്തിനെ മാത്രമായിട്ട് നിങ്ങൾ കാണണ്ട. ഇനി പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് ഭക്ഷണക്രമവുമായി കാര്യമായി ബന്ധമുണ്ട്. ഇനി നിങ്ങൾ കാണുന്ന വീഡിയോ ആ ഭാഗം ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം വേണം തീരുമാനമെടുക്കാൻ. ക്യാൻസർ എന്തുകൊണ്ട് എന്നതിൽ വ്യക്തമായ പഠനം നടത്തി പുറത്തുവിട്ട ഒരു പ്രൊഫസറാണ് അദ്ദേഹം. Cancer is entirely preventable. Yes, absolutely. They say cancer is a genetic disease. It's a very complicated disease. That's bullshit. I have the science. I publish these papers in top medical journals. If people want to live, they'll know about it. What do you think is the worst food or foods that cause cancer? You want to get your cancer to grow fast, you've got to get your blood sugar up. All I know is it's really hard to get cancer if you have a low G. If I were to have cancer, the first thing you're going to do is you're going to get your GKI down. I don't care how hard it is. You get it closer to 2.0 or below 1, you're going to start killing cancer cells. We take zero carb diets for about 10 days to see where your GKI is. You can start to see it step down in the right direction. And then from there, you can step off into water-only fasting. That's when we come in with the battery of drugs, these repurposed drugs that hammer the glutamine and further lower the glucose. These tumor cells are toast. They can't handle this kind of a dramatic change in your body. They up and die. And not only that, the body cells compete directly with the tumor cells, starving them even further. And not only that, it's called autolytic cannibalism. Your body actually goes after the tumor cells and uses them for the fuel for the rest of the... ഈ വാർത്തകളും ഇത്തരം ശരിയായ സയൻസും മൂടി വെച്ചിട്ട് ക്യാൻസർ വരുത്തിവെക്കുന്ന രീതിയിലേക്കാണ് ക്യാൻസർ അവയർനെസ് കേരളത്തിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നതിനെ ഒരുപക്ഷെ നിങ്ങൾ എതിർത്താലും കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ക്യാൻസർ രോഗികളുടെ എണ്ണവും ഇന്നത്തെ ക്യാൻസർ രോഗികളുടെ എണ്ണവും ഒരു രോഗത്തെയും വേർതിരിച്ച് കാണണ്ട. കേരളത്തിലെ പ്രമേഹ രോഗികളുടെ എണ്ണം, ഹൃദ്രോഗികളുടെ എണ്ണം, ചെറുപ്പക്കാരുടെ മരണം പൊടുന്നതിനെയുള്ള ബാക്കി എല്ലാ രോഗങ്ങളെയും ഞാൻ ഓരോന്നും പേരെടുത്ത് പറഞ്ഞിട്ട് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ ക്യാൻസറിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ ശരിയായ ഒരു ഭക്ഷണക്രമം പ്രചരിപ്പിക്കുക എന്നത് മാത്രമാണ് പോംവഴി. വിയോജിപ്പുകൾ ഉണ്ടാവാം, എന്നാലും കാര്യങ്ങളെ ശാസ്ത്രീയമായി നോക്കിക്കാണുമ്പം നിങ്ങൾ കൂടിയേ തീരൂ. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. മതം, രാഷ്ട്രീയം ഒക്കെ നമ്മൾ മലയാളികൾ ചർച്ച ചെയ്യും. പക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ ആരെങ്കിലുമൊക്കെ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു സമീപനമാണ് പ്രത്യേകിച്ചും എടുത്തു പറയുകയാണ് സാക്ഷരതയുള്ള മലയാളിയുടെ സ്വഭാവം. ഒന്ന്, ശാസ്ത്രീയമായ ചികിത്സയ്ക്ക് എതിരല്ല, പക്ഷേ ശാസ്ത്രത്തിന്റെ മറവിൽ ബോധപൂർവം വ്യവസായം നടത്തുവാൻ വേണ്ടി അശാസ്ത്രീയമായ ഭക്ഷണ സംസ്കാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടാണ് എനിക്ക് വിയോജിപ്പ്. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ഈ വിഷയങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ വരുന്ന ഒരു 5 വർഷം കൂടെ കഴിയുമ്പം ക്യാൻസർ രോഗികളല്ലാത്ത ഒരാളും കേരളത്തിൽ ഉണ്ടാവത്തില്ല എന്നതാണ് വാസ്തവം. സാധാരണ ക്യാൻസറിന് കാരണമായിട്ട് പറയുന്നത് അലൂമിനിയം പാത്രവും മൺചട്ടിയും അൽഫഹവും ഒക്കെയാണ്. പക്ഷേ ഇതല്ല വാസ്തവം. ഉയർന്ന തോതിൽ മധുരവും അന്നജവും ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥ ക്യാൻസറിന്റെ കാരണം. അത് പഴവർഗ്ഗങ്ങൾ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വശത്ത് പ്രോത്സാഹിപ്പിക്കും, തവിടുള്ള അരി നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് മറുവശത്ത് പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ പല പ്രോത്സാഹനങ്ങളും ഭക്ഷണകാര്യത്തിൽ കൊടുക്കുന്നു എന്നതാണ് വാസ്തവം. അപ്പം ശരിയായ ഒരു ഭക്ഷണക്രമം, ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ, അല്ലെങ്കിൽ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ള കീറ്റോ ഡയറ്റാണ്. അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടെ ഏറ്റവും നല്ല മാർഗം കാർണിവർ ഡയറ്റാണ്.